ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കിടുക്കാച്ചി ഐറ്റമായിട്ടാണ് വന്നേക്കണേ. ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കണേ. ചോറ് ബാക്കി വന്ന് ചൂടാക്കി കൊടുത്താലും ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിനായി ഒരു വാട്ടി ചോറ്, പിന്നെ ഒരു കഷ്ണം പനീർ അരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞത്, മല്ലിയിലയും കറിവേപ്പിലയും കുറേശ്ശെ അരിഞ്ഞത്, ഗ്രേറ്റഡ് ചീസ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഒരു വെജിറ്റേറിയൻ റൈസ് കബാബാണ് നമ്മളിത് വെച്ച് ഉണ്ടാക്കുന്നത്. നമ്മുടെ റൈസ് കബാബ് ഉണ്ടാക്കാൻ നല്ല ഒരു ബോണ്ടിങ് വേണം. അതിന് വേണ്ടി നമ്മൾ 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് ഒരു 2 ടീസ്പൂൺ വെള്ളവും ചേർത്ത് ഇത് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ റൈസ് കബാബിൻ്റെ മിക്സൊക്കെ റെഡിയായി. ഇനി നമുക്ക് കബാബ് എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നീട് ഡീപ്പ് ഫ്രൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ എല്ലാ കബാബും ഫ്രൈ ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായി. ഇനി നമുക്ക് ഓരോ കബാബും ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റമാണ് കേട്ടോ ഈ റൈസ് കബാബ്. ഈ ബാക്കി വന്ന ചോറ് വെച്ച് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് ആരും അങ്ങനെ ചിന്തിച്ച് കാണില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കബാബ്സ് എല്ലാം ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇനി നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് എടുക്കാം. നെക്സ്റ്റ് സെറ്റ് കബാബ് നമുക്കങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സെറ്റ് കബാബും റെഡിയായി. ഇനി അതും നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. ഏതെങ്കിലും ചട്നിയുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കിയത്. ടൊമാറ്റോ സോസ് ആയാലും കുഴപ്പമില്ല.